അഭിഷേകമന്യ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോബിന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ഒരു തലത്തിലേക്ക് കടന്നു പോകുന്നതായി കാണാൻ കഴിയും. 1-ാമത്തെ അധ്യായത്തിൽ പിശാച് ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് യോബിനെ ഉപദ്രവിക്കുവാനുള്ള, ഇല്ലാതെയാക്കാനുള്ള, ദൈവത്തിൽ നിന്ന് മാറ്റുവാനുള്ള തന്ത്രവുമായിട്ടാണ് കടന്നു വന്നതെങ്കിൽ 2-ാം അധ്യായത്തിന്റെ 1-ാം വചനത്തിൽ പിന്നെയും ഒരു ദിവസം ദൈവപുത്രനായ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽക്കാൻ ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഭൂമിയിൽ എല്ലായിടത്തും സഞ്ചരിച്ചിട്ടാണ് അവൻ കടന്നു വരുന്നത്. വന്നിട്ട് യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായി ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളിച്ചെയ്തു. ഇവിടെ ഇയ്യോബ് 2-ാം പ്രാവശ്യവും കടന്നു ചെന്നിട്ട് ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ലോകത്തിൽ ആരും പറയുന്നത് പോലെയല്ല, ദൈവമാണ് പറയുന്നത്. ഇയ്യോബ് ആരാണ്? ഇയ്യോബ് നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടകന്നവനാണ്. ഇങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങളുള്ള ഇയ്യോബിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവസന്നിധിയിൽ സാത്താൻ അനുവാദം മേടിക്കാൻ ഇടയായത്. സാത്താൻ യഹോവയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുക്കുകയും നിന്റെ കൈനീട്ടി അവന്റെ അസ്ഥിയും മാംസം ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്തു നോക്കി തള്ളിപ്പറയുമെന്ന് സാത്താൻ ദൈവത്തോട് പറഞ്ഞു. യോബിനെ അറിയാവുന്ന ദൈവം സാത്താൻ അത് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ത്വക്കിലും മാംസത്തിലും ശരീരത്തിന് മുഴുവനും രോഗം വന്നു. കൂട്ടുകാർ, ദാസന്മാർ എല്ലാവരും വന്നു അവനെ അവഗണിച്ചു, അവനെ പരിഹസിച്ചു. നിന്റെ പാപം കാരണമാണ് നിനക്കിതെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞു. ഇയ്യോബ് എല്ലാവരുടെയും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും പരിഹാസവും വേദനയും രോഗത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ നീതി, കർത്താവേ നീ ഇവർക്ക് കാണിച്ചു കൊടുക്കണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാനും ദൈവവുമായിട്ട് സംസാരിക്കും. അപ്പോൾ എൻ്റെ നീതി ഇവർക്ക് മനസ്സിലാകും. ദൈവസന്നിധിയിൽ ഭയങ്കര കരുതലോടെയായിരുന്നു യോബ് കടന്നു ചെല്ലാൻ ഇടവന്നത്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ, കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും സ്വന്തം ഭാര്യയും കുടുംബത്തിലുള്ളവരെല്ലാവരും ഒറ്റപ്പെടുത്തുന്ന, പരിഹസിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം, നീ ആരാധിക്കുന്ന ദൈവം, നീ വിളിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ എൻ്റെ ദൈവം, അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, സർവ്വതിനും മതിയായ ദൈവമാണെന്ന് ഏറ്റുപറയുവാൻ ഇയ്യോബിന് കഴിഞ്ഞു. എന്നാൽ നമുക്കും കഴിയണം. ദൈവത്തോടിന്റെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ കഴിയുമോ നമുക്ക്? എല്ലാവരും നമ്മളെ മാറ്റി നിർത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും നമുക്ക് ദൈവസന്നിധിയിൽ അവന്റെ മുഖത്തേക്ക് നോക്കി, കർത്താവേ നീ തന്നതല്ലാതെ ഒന്നും വേണ്ട, നീ നടത്തുന്നതല്ലാതെ എനിക്ക് നടക്കേണ്ട, നീ പറയുന്നതല്ലാതെ എനിക്ക് പറയണ്ട, നിന്റെ കൂടെ ജീവിക്കാനുള്ളൊരു വരം
ഈ പ്രഭാതത്തിൽ എനിക്ക് തരണം. കഷ്ടങ്ങളുടെ നടുവിൽ എന്നെ കാക്കുന്ന, എനിക്ക് എപ്പോഴും കൂട്ടാകുന്ന എൻ്റെ യേശു, അവൻ എൻ്റെ കണ്ണീരൊപ്പുന്ന ദൈവമാണ്. അവൻ എൻ്റെ ദുഃഖങ്ങൾ മാറ്റുന്ന ദൈവമാണ്. അവൻ എൻ്റെ വേദനയിലേക്ക് ഇറങ്ങി വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. കാരണം അവൻ എൻ്റെ വേദന വഹിച്ചവനാണ്. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കാൻ, കർത്താവേ, ഇതുപോലെ വേദനയുടെ നടുവിൽ നിന്നിട്ടും നിന്നെ തള്ളിപ്പറയാത്ത ഒരു ഇയ്യോബിന്റെ മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തക്കവണ്ണം ഭയങ്കര ഒരു ഒരുക്കവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് തരണം. ഏത് പ്രതികൂലങ്ങളെ കാണുമ്പോഴും യേശുവിനെ കണ്ട് ആരാധിക്കാനുള്ള കൃപ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.